നമസ്കാരം, ന്യൂസ് അറ്റ് ദോഹയിലേക്ക് സ്വാഗതം. ഞാൻ ബിജോയ്. പ്രധാന വാർത്തകൾ. ന്യൂസ് അറ്റ് ദോഹ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റ്, സാൽവ റോഡ്, ദോഹ, ഖത്തർ. Feel the trust of quality. ഖത്തർ മെട്രോ റെയിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ലോകകപ്പിന് മുമ്പായി ഈ പദ്ധതി പൂർത്തിയാക്കും. GCC രാഷ്ട്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള റെയിൽ സംവിധാനം 2017ഓടെ. രാജ്യത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിന് മാധ്യമങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കണമെന്ന് ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ഖലീഫ അൽ മുഫ്ത. മാധ്യമ ഏജൻസികളുമായി നിരന്തര ബന്ധം സ്ഥാപിക്കണം. കമ്മ്യൂണിറ്റി പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും നിർദ്ദേശം. ഖത്തറിൻ്റെ സമുദ്രതീരങ്ങൾ ജൈവസമ്പത്തിൻ്റെ കലവറയാക്കി മാറ്റാമെന്ന് യുനെസ്കോ പഠന റിപ്പോർട്ട്. മത്സ്യകൃഷിയും സസ്യ എണ്ണ നിർമ്മാണവുമടക്കം നിരവധി തൊഴിലവസരങ്ങൾക്കു സാധ്യത. ഖത്തറിൽ ഇത് പരീക്ഷാക്കാലം. CBSE ബോർഡ് ബേസ്ഡ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം വളരെ കുറവ്. CCE മെത്തഡ് അനുസരിച്ചുള്ള പരീക്ഷാ രീതി സമ്മർദ്ദങ്ങളില്ലാത്തതെന്ന് വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഖത്തറിൽ പുരോഗമിക്കുന്നു. തുടക്കത്തിൽ ആഭ്യന്തര ട്രെയിൻ ഗതാഗതവും വേഗത്തിലുള്ള ചരക്ക് കൈമാറ്റവുമാണ് ഇതുവഴി ലക്ഷ്യവെക്കുന്നതെങ്കിലും വരും ഭാവിയിൽ മറ്റ് GCC രാഷ്ട്രങ്ങളെ കൂടി ബന്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2010 നിർമ്മാണം ആരംഭിച്ച മെട്രോ പദ്ധതി പുരോഗമിക്കുകയാണ്. 33 ബില്യൺ ഖത്തറി റിയാൽ ചെലവ് വരുന്ന പദ്ധതി 6 വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാകത്തക്ക രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 3 രീതിയിലുള്ള റെയിൽ സംവിധാനമാണ് ഒരുക്കുന്നത്. ദോഹ നഗരത്തെ കേന്ദ്രീകരിച്ചുള്ള മെട്രോ സംവിധാനത്തിന് പുറമെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിപ്പിച്ചുള്ള യാത്രാ ട്രെയിൻ സംവിധാനവും വ്യാവസായിക നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള കാർഗോ പാതയുമാണ് ഒരുക്കുക. പദ്ധതി 2022 ലോകകപ്പിന് മുൻപായി പൂർത്തിയാക്കണമെന്നുള്ളതിനാൽ ദ്രുതഗതിയിലാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. പാസഞ്ചർ ഇലക്ട്രിക് ട്രെയിൻ രാജ്യത്തിന്റെ ടൂറിസം മേഖലയെ മികച്ച രീതിയിൽ എത്തിക്കുമെന്നാണ് കരുതുന്നത്. 2017 ഖത്തർ ബഹ്റിൻ കോസ്വേ വഴി മറ്റ് GCC രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ പൈതൃക സ്വത്തുക്കൾക്ക് ഭീഷണിയാകാത്ത തരത്തിലും പരിസ്ഥിതി സൗഹൃദ രീതി അവലംബിച്ചുമാകും റെയിൽ നിർമ്മാണം. മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ പ്രൊജക്ട് ആകും ഇത്. ലോകത്തെ ഏറ്റവും മികച്ച റെയിൽ സംവിധാനങ്ങളിൽ ഒന്നാകുമെന്ന് കരുതുന്ന മെട്രോ സംവിധാനത്തിൽ 4 വരി പാതയാണ് ഉണ്ടാവുക. 98ഓളം സ്റ്റേഷനുകൾ ഉണ്ടാകും. ഖത്തറി ഡയറിന് കീഴിലുള്ള ഖത്തർ റെയിൽവേസ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ജർമ്മൻ കമ്പനിയായ ഡച്ചസ് ബാനുമായി യോജിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതും. സൗദി, ബഹ്റിൻ, UAE, ഒമാൻ, കുവൈത്ത് തുടങ്ങിയ GCC രാജ്യങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുള്ള റെയിൽ സംവിധാനമായി ഭാവിയിൽ മാറത്തക്ക രീതിയിലുള്ള രൂപരേഖയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല കരുത്താർജിക്കും. അയൽ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനാകുമെന്നത് മാത്രമല്ല, ഇപ്പോൾ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും സാധിക്കും. ന്യൂസ് അറ്റ് ദോഹയ്ക്ക് വേണ്ടി ഗംഗാധരൻ മട്ടന്നൂർ. രാജ്യസുരക്ഷയിലും സാമൂഹിക മുന്നേറ്റത്തിലും മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രതിനിധി ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ഖലീഫ അൽ മുഫ്ത പറഞ്ഞു. സുരക്ഷാ ബോധവൽക്കരണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ പോലീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സുരക്ഷയിലും സാമൂഹ്യ മുന്നേറ്റത്തിലും മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധി ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ഖലീഫ അൽ മുഫ്ത പറഞ്ഞു. സുരക്ഷാ ബോധവൽക്കരണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ പോലീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. في ندوات، في محاضرات، في لقاءات مع الجمهور، تحقيق الشراكة المجتمعية في الأمن، تثقيف الجاليات في دولة قطر، تثقيف مدارس الدولة المختلفة بجميع പ്രവാസികളടക്കമുള്ളവർക്കിടയിലേക്ക് കൃത്യമായ സാമൂഹിക ബോധവും സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധവും സൃഷ്ടിച്ചെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ആഭ്യന്തര മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ മാധ്യമങ്ങളുടെ സഹായം കൂടിയേ തീരുവെന്നും അബ്ദുള്ള അൽ മുഫ്ത സൂചിപ്പിച്ചു. കുറ്റകൃത്യങ്ങൾ കുറക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും സെമിനാർ വിലയിരുത്തി. രാജ്യത്തെ മാധ്യമ ഏജൻസികളുമായി ബന്ധം സ്ഥാപിക്കുകയും കമ്മ്യൂണിറ്റി പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്താൽ നിയമലംഘനങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്നും പോലീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കേണൽ ഡോക്ടർ അൽ മുറി പറഞ്ഞു. അൽ ജസീറ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ അസീസ് അൽ ഖോർ, ഖത്തർ മീഡിയ കോർപ്പറേഷൻ പ്രതിനിധി ഡോക്ടർ യൂസുഫ് അൽ ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ GCC രാജ്യങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് അറ്റ് ദോഹയ്ക്ക് വേണ്ടി ആഷിഖ് മാഹി. ഖത്തറിലെ സമുദ്രതീരങ്ങൾ ജൈവസമ്പത്തിന്റെ കലവറയാക്കി മാറ്റാമെന്ന് പഠന റിപ്പോർട്ട്. യുനെസ്കോയിലെ ഭൗമശാസ്ത്രജ്ഞൻ ബെന്നോ ബൗറാണ് ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയത്. ഖത്തറിന്റെ സമുദ്രതീരങ്ങളിലെ തരിശുഭൂമികൾ ജൈവസമ്പത്തിന്റെ കലവറയാക്കി മാറ്റാവുന്ന പദ്ധതികൾ ആലോചനയിൽ. അറബി ഭാഷയിൽ സബാഗട്ട് എന്നറിയപ്പെടുന്ന സസ്യജാലങ്ങളൊന്നും കാണപ്പെടാത്ത ഉപ്പിന്റെ കാഠിന്യം കൂടുതലുള്ള ഇത്തരം പ്രദേശങ്ങൾ മത്സ്യകൃഷി വളർത്തലിനും കൽക്കരി, ജൈവ ഇന്ധന നിർമ്മാണത്തിനും ഉപയോഗപ്പെടുത്താനാവുമെന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ച് യുനെസ്കോയിലെ ഭൗമശാസ്ത്രജ്ഞനായ ഡോക്ടർ ബെന്നോ ബോർ വ്യക്തമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതുവഴി തദ്ദേശവാസികൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. കറുത്ത നിറത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന ഇത്തരം പ്രദേശങ്ങൾ ആൽഗ, കണ്ടൽ ചെടികൾ എന്നിവ നട്ടുപിടിപ്പിച്ച് ജൈവസമ്പത്ത് പരിപോഷിപ്പിക്കാനാകും. ഇതുവഴി കരകൗശല വസ്തുക്കൾ, വെജിറ്റബിൾ ഓയിൽ തുടങ്ങിയവയുടെ നിർമ്മാണ സാധ്യത ആലോചിക്കാവുന്നതാണ്. സമുദ്രതീരങ്ങളിലെ ജൈവസമ്പത്തിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ബെന്നോ ബോറിന്റെ ആശയങ്ങൾ വരും ഭാവിയിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതുന്നത്.
ഖത്തറിലെ സ്കൂളുകൾ പരീക്ഷാ ചൂടിലാണിപ്പോൾ. 9ാം തരം വരെയുള്ള വിദ്യാർത്ഥികളുടെ സെക്കൻഡ് ടേം പരീക്ഷകളും CBSE പരീക്ഷയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CBSEയുടെ CCE മെത്തേഡ് അനുസരിച്ചുള്ള ആദ്യ പരീക്ഷയാണ് നടക്കുന്നത്. 10ാം ക്ലാസ്സിന് സ്കൂൾ ബേസ്ഡ്, CBSE ബേസ്ഡ് എന്നിങ്ങനെ 2 തരത്തിലുള്ള പരീക്ഷ രീതിയാണ് ഇപ്പോഴുള്ളത്. +2 ഉള്ള സ്കൂളുകൾക്ക് സ്കൂൾ ബേസ്ഡ് പരീക്ഷ നടത്താനുള്ള അനുമതി CBSE നൽകിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്നത് ബോർഡാണെങ്കിലും മൂല്യനിർണ്ണയം നടത്തുന്നത് സ്കൂളിൽ വച്ചായിരിക്കും. തുടർന്ന് സ്കൂളിൽ നിന്നും ഉത്തര പേപ്പർ CBSEക്ക് അയക്കുകയും CBSE സർട്ടിഫിക്കറ്റ് നൽകുകയുമാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ പഠന മികവ് കൃത്യമായി അറിയുന്ന അധ്യാപകരാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് എന്നത് സ്കൂൾ ബേസ്ഡ് പരീക്ഷയുടെ ഒരു മേന്മയാണെന്ന് MES ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ AP ശശിധരൻ പറയുന്നു. സ്കൂൾ ബേസ്ഡ് എക്സാമിനേഷൻ ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുട്ടികൾ എഴുതിയിട്ട് സ്കൂളിൽ വെച്ച് തന്നെ ടീച്ചേഴ്സ്, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അത് ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് ബോർഡിലേക്ക് അയച്ചു കൊടുക്കുന്നു. വേറാസ് ബോർഡ് ബേസ്ഡ് ആണെങ്കിൽ കുട്ടികൾ ഇവിടെ ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾ സ്കൂളിൽ വെച്ച് ആൻസർ ചെയ്യുന്നു. ആൻസർ പേപ്പർ ഞങ്ങൾ ബോർഡിന് അയച്ചു കൊടുക്കുന്നു. ഇത് വ്യത്യാസം എന്താ? ബോർഡ് ബേസ്ഡ് ആണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാത്ത കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെ അറിയാത്ത ടീച്ചേഴ്സാണ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുക. ബോർഡ് ബേസ്ഡ് ആണെങ്കിൽ. സ്കൂൾ ബേസ്ഡ് ആണെങ്കിൽ ആ കുട്ടികളെ പരിചയമുള്ള ടീച്ചേഴ്സാണ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം ബോർഡിൻ്റെ പുതിയ പ്രിൻസിപ്പിൾ പ്രകാരം അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് അവരെ പറ്റി ശരിക്കും അറിയുക. ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടാണ് CBSE ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അതായത് സ്കൂൾ ബേസ്ഡ് മാർക്ക് നമ്മൾ ഇവിടുന്ന് ഇവാലുവേറ്റ് ചെയ്ത് കുട്ടികളുടെ മാർക്ക് ബോർഡിലേക്ക് അയച്ചു കൊടുത്ത് ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഈ സ്കൂൾ ബേസ്ഡ് ആണെങ്കിലും ബോർഡ് ബേസ്ഡ് ആണെങ്കിലും സർട്ടിഫിക്കറ്റ് വരുന്നത് CBSE ബോർഡിൽ നിന്നാണ്. ബോർഡ് ബേസ്ഡ് രീതിയിൽ രജിസ്റ്റർ ചെയ്തവർ വളരെ കുറവാണ്. MES സ്കൂളിൽ 10ാം തരത്തിൽ ആകെയുള്ള 571 കുട്ടികളിൽ 495 പേരും സ്കൂൾ ബേസ്ഡ് പരീക്ഷയാണ് എഴുതുന്നത്. കൂടുതൽ സമ്മർദ്ദങ്ങളില്ലാതെയാണ് പരീക്ഷ എഴുതുന്നതെന്നും ബോർഡ് ബേസ്ഡ് പരീക്ഷയാണ് കൂടുതൽ എളുപ്പമെന്ന് കരുതുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു. പരീക്ഷകൾ മാർച്ച് 30ഓടെ അവസാനിക്കും. മേഘന ഗംഗാധരൻ, ന്യൂസ് അറ്റ് ദോഹ. ഇനിയൊരു ചെറിയ ഇടവേള. Quality Hypermarket, Salwa Road, Doha, Qatar. Supermarket, Department Store, $200,000 square feet shopping extravaganza, parking space for more than 1,500 cars, exclusive sari showroom, customer friendly service, high quality products at the lowest prices. Quality Hypermarket, Salwa Road, Doha, Qatar. Feel the trust of quality. Safa Pure Drinking Water. Feel the taste and freshness. To order your supply of daily fresh drinking water, Trust across generations. UAE Exchange, world's trusted money transferer.